കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം കേന്ദ്ര പദ്ധതികളുടെ തണലിൽ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഗുണഫലമായിട്ടാണ് കേരളം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്. ഈ യാഥാർത്ഥ്യം പകൽ പോലെ എല്ലാവർക്കും അറിയാമെന്നിരിക്കെയാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന അവകാശവാദങ്ങൾ. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് പറയുമ്പോഴും ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ ദുരിതം പേറുന്നവർ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭാരതത്തിലാകെ 27 കോടി ജനങ്ങൾ അതിദാരിദ്ര്യമുക്തരായപ്പോൾ കേരളത്തിൽ മോചിപ്പിച്ചത് കേവലം 2.72 ലക്ഷം പേരെ മാത്രം. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ പറയും. രാഖി, കേന്ദ്ര പദ്ധതിയുടെ തണലിൽ സംസ്ഥാനത്തടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുവാനും ആ പദ്ധതികൾ ഫലപ്രദമായി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ നടപ്പാക്കുവാനും സംസ്ഥാന സർക്കാർ 10 വർഷമായി ശ്രമിച്ചിട്ടില്ല. അതിനെ വൈകിപ്പിക്കുന്ന നടപടികളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. 10 വർഷം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം താഴെ തട്ടിലെ ജനങ്ങളെ അടക്കം കൈകോർത്ത് അവരെ ഉന്നമനത്തിലേക്ക്, ജീവിത നിലവാരം കൂട്ടുന്നതിനും അവർക്ക് കേന്ദ്ര സഹായത്തിൽ നിന്നുള്ള ഇത്തരം പദ്ധതികൾ കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നുവെങ്കിൽ പോലും അതിൻ്റെ ഗുണം കിട്ടുന്നത് വളരെ ചുരുക്കം ചില പേർക്കാണ്. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ഈ സിനിമാ താരങ്ങളെയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. സംസ്ഥാന സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് ഈ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിച്ചത് കേന്ദ്ര പദ്ധതികളുടെ തണലിലാണ്. എന്നാൽ ആ വാസ്തവം മറച്ചു പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്കൊക്കെ അറിയാം ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം എത്തരത്തിലാണെന്നുള്ളത്. ഈ ക്ഷേമ പെൻഷൻ അടക്കം ഇക്കഴിഞ്ഞ വർഷങ്ങളിലടക്കം വൈകിയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഈ ഓണത്തിന് മുമ്പുള്ള കാലയളവ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ KSRTCയിലൊക്കെ കൊടുക്കുന്ന ശമ്പള കുടിശ്ശിക, അതുപോലെ നിരവധി വിഷയങ്ങൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം എല്ലാം കേന്ദ്ര പദ്ധതികളുടെ തണലിലാണ് എന്നുള്ളതാണ് വീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.